എന്താണ് ഇപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും പെഡ്രോ പാസ്കലിനോട് ഇത്ര ദേഷ്യം? കുറച്ച് ദിവസം മുന്നേ ഇന്റർനെറ്റ് തുറന്ന ഇതന്നെ പെഡ്രോ പാസ്കൽ ഇതാ ആ ആക്ട്രസിനെ പിടിച്ചു, എൻ്റെ ഭാര്യനെ ഞാൻ അഭിനയിപ്പിക്കാൻ വിടില്ല, കാരണം പെഡ്രോ പാസ്കൽ എങ്ങാനും കെട്ടിപ്പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീമുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഇത് ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ നോക്കിപ്പോയത് വൈ നൗ, എന്തുകൊണ്ട് ഇപ്പോൾ? ഏതെങ്കിലും ആക്ട്രസോ കൂടെ അഭിനയിച്ച ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടോ? സോഷ്യൽ ആങ്സൈറ്റിയാണ് പുള്ളിക്ക്. അപ്പോൾ ആരെങ്കിലും ഒന്ന് തൊട്ടാലോ പിടിച്ചാലോ ഫിസിക്കൽ ടച്ചിലൂടെ ആങ്സൈറ്റി പോവും എന്നൊക്കെയാണ് റീസണിങ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഈ ഹോളിവുഡിലൊക്കെ ഈ കൂടെ അഭിനയിച്ച ആൾക്കാരിനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നത്, ഉമ്മ വയ്ക്കുന്നതൊക്കെ പുതിയൊരു കാര്യമാണോ? ഒരിക്കലുമല്ല. റൊമാൻറ്റിക് മൂവീസിന് വേണ്ടിയിട്ട് ഫേക്ക് റിലേഷൻഷിപ്പ് ആണെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ. നിങ്ങളിവിടെ മുകളിൽ കാണുന്നത് ഓസ്കർ ഐസക്കും കൂടെ അഭിനയിച്ച ജെസിക്ക ചാസ്റ്റിനും കൂടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉമ്മ വയ്ക്കുന്നതാണ്. ഇതാരാണെന്ന് പറഞ്ഞു തരണ്ടല്ലോ. ബെറ്റർ കോൾ സോളിൻ്റെ എന്തോ പ്രസ് മീറ്റിൽ നടന്നൊരു സംഭവമാണിത്. ഇനി അടുത്തത് സ്കാർലറ്റ് ജോഹാൻസൺ അവരുടെ ഗേ ആയിട്ടുള്ള കോസ്റ്റാറിനെ ഉമ്മ വയ്ക്കുന്ന സീനാണ്. ഇത് മെയിൻലി കുറച്ച് ന്യൂസിൽ വരാനും കുറച്ച് PR-ന് വേണ്ടിയിട്ടും ഹോളിവുഡിൽ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അൺകംഫോർട്ടബിൾ ആയിട്ട് കൺസെന്റ് ഇല്ലാതെ ഈ ടച്ച് ചെയ്യുന്നതും ഉമ്മ വയ്ക്കുന്നതൊക്കെയാണ് തെറ്റ്. എന്തെങ്കിലും അലിഗേഷൻ പെഡ്രോ പാസ്കലിനെതിരെ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം പിന്നെ എന്തായിരിക്കും? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ 3 മേജർ സിനിമകളിലാണ് പുള്ളി മെയിൻ കാസ്റ്റായിട്ട് അഭിനയിച്ചത്. ഒന്ന് മെറ്റീരിയലിസ്റ്റ്, രണ്ടാമത് എഡിങ്ടൺ, മൂന്നാമത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിലെ മെയിൻ ക്യാരക്ടർ റീഡ് റിച്ചാർഡ്സ് ആയിട്ട് അഭിനയിച്ചത്. വേറൊരു ന്യൂസും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് MCUവിൻ്റെ ഫേസ് എന്ന് പറയുന്നത് റീഡ് റിച്ചാർഡ്സ് ആണ്, അതായത് പെഡ്രോ പാസ്കലാണ്. ഫാന്റാസ്റ്റിക് ഫോറിലെ ആ ആളാണ് ഇനി അങ്ങോട്ട് മാർവലിൻ്റെ മെയിൻ ആൾ. ഡൂമിനെതിരെ മെയിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ പുള്ളിയാണെന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രൊഫഷണൽ ജെലസി ആണോ ഇതിൻ്റെ പിന്നിൽ? ഇനി മൂന്നാമത്തെ ഒരു റീസൺ കൂടിയുണ്ട്. പുള്ളിക്ക് ഒരു ട്രാൻസ് സിസ്റ്റർ ഉണ്ട്. ഓപ്പൺ ആയിട്ട് LGBTQ-നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഹോമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങൾ JK റൗളിങ്ങിനൊക്കെ ചീത്ത വിളിച്ച ആളാണ് പെഡ്രോ പാസ്കൽ. പിന്നെ പരാതി ആക്ട്രസിനെ മാത്രമേ തൊടുവും പിടിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ എന്നാണ് പരാതി. നിങ്ങളിതൊന്നും കാണുന്നില്ല. നിങ്ങൾ എവിടെയാണ് നോക്കുന്നത്? ആ ഒരു ഹിപ്പോക്രസി നോക്കണം. ശരിക്കും അലിഗേഷൻസ് ഉള്ള ബ്രാഡ് പിറ്റിൻ്റെ എതിരെ ആഞ്ചലീന ജോലി ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആർക്കും മൈൻഡില്ല. റയൻ റൈനോൾസും ഭാര്യയും കൂടി ചെയ്ത് കൂട്ടിയതിന് കയ്യും കണക്കൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആൾക്കാർക്കും ശരിക്കും അലിഗേഷൻ ഉള്ള ആൾക്കാരിനെ ഒന്നും ആർക്കും മൈൻഡൊന്നുമില്ല. ഇങ്ങനെ ഇല്ലാത്ത അലിഗേഷൻ ഉണ്ടാക്കിയിട്ട് വേണം ഇപ്പോൾ ആൾക്കാർക്ക് ഈ ഹെയ്റ്റ് ക്യാമ്പയിനും സ്മിയർ ക്യാമ്പയിനൊക്കെ നടത്താൻ. എപ്പോഴും ഒരു കാര്യം ആലോചിക്കുക. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്കെതിരെ കുറേ ഇങ്ങനത്തെ ഒരു സ്മിയർ ക്യാമ്പയിൻ വന്നു കഴിഞ്ഞാൽ അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് എന്ന് എപ്പോഴും ആലോചിക്കുക. അത്രേ ഉള്ളൂ കാര്യം. വെരി സിമ്പിൾ.